ഒരുപാട് വ്യക്തികളുണ്ട്. എല്ലാ കാര്യത്തിലും വളരെ മുന്നോട്ട് വന്നുകൊണ്ട് തന്നെയാണ് അവർ ഈ രീതിയിൽ ഇങ്ങനെ ഒരു സദസ്സ് ഉണ്ടാക്കാൻ പ്രയത്നപ്പെട്ടത്. നമുക്കറിയാം, വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, പ്രേമുള്ളവരെ, നമുക്കറിയാം ചരിത്രാതീത കാലം തൊട്ട് തന്നെ സ്ത്രീകളുടെ സാമൂഹിക നീതിക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും ധാരാളം പോരാട്ടങ്ങളും ചർച്ചകളും നിയമങ്ങളും ഒത്തുതീർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് രചിക്കപ്പെട്ട മുസ്ലിം വ്യക്തി നിയമമാണ് അന്നും ഇന്നും മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെയും തുല്യനീതിയെയും നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് വ്യക്തി നിയമം? 1937 ഇത് രചിക്കപ്പെട്ടെങ്കിലും അത് ഒരു സാധാരണ ബുക്ക് പോലെ മാത്രമായിരുന്നു. പിന്നീട് ആ ഒരു നിയമം സ്ത്രീകൾക്ക് വിവാഹമോചനം ലഭിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ മറ്റു സമുദായങ്ങളിൽ കൺവേർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1939 ഇത് അമെൻഡ് ചെയ്തു. പക്ഷേ ആ അമെൻഡ്മെൻറ്റിൽ വിവാഹമോചനത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അതിലപ്പുറം ഏകപക്ഷീയമായ വിവാഹമോചനമോ അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹമോചനം ചെയ്തവരുടെ മെയിൻ്റനൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശത്തെക്കുറിച്ചും ഒന്നും ആ അമെൻഡ്മെൻറ്റിൽ ലക്ഷ്യമായിരുന്നില്ല. പിന്നീട് 1986 ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് ഒരു നിയമം ഉണ്ടാവുന്നത്. പക്ഷേ അതും മുസ്ലിം ലീഗിൻ്റെയും മറ്റു പലരുടെയും ശക്തമായ എതിർപ്പ് മൂലം അന്ന് സ്ത്രീവിരുദ്ധമായ ഒരു ബില്ല് നൽകി അത് നീതിക്ക് പകരം സ്ത്രീവിരുദ്ധമായ ഒരു നീതിയായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് 125-ാം വകുപ്പ് പ്രകാരം ലഭിക്കേണ്ടിയിരുന്ന പലതും പല ആനുകൂല്യങ്ങളും ലഭിക്കാതെ പോയി. ഈ 3 മാസത്തിനകത്തുള്ള ഒരു അവകാശം മാത്രമേ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. വിവാഹം, വിവാഹമോചനം, ബഹുഭാര്യാത്വം, അനന്തരാവകാശം, ദത്ത്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ മുസ്ലിം വിവാഹമോചന നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എങ്കിലും അതീവ ഗുരുതരമായ വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് പിന്തുടർച്ചാവകാശം? കുറച്ചൊക്കെ നമ്മളെ സുൽഫത്ത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അനുഭവസ്ഥരായ ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഇത് ശരിയത്താണോ? അതാണ് നാം പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ നീതിയും നമ്മുടെ അവകാശവും നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ഇതൊക്കെ നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൺകോയ്മ വിവർത്തനങ്ങളായിരുന്നു. എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ആൺകോയ്മ വിവർത്തനങ്ങളായിരുന്നു. ആൺകോയ്മ എന്താ പറയുക, വിവർത്തനങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് ഈ ദുരിതം അനുഭവിക്കുന്നത്. പുരുഷാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയുമ്പോഴും മതാധിപത്യ ശക്തികളുടെ കടന്നുകയറ്റമാണ് നമ്മളെ ഇങ്ങനെ ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം അത് തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കെതിരെ സ്ത്രീകളെ കൊണ്ട് തന്നെ എതിർപ്പ് പറയിപ്പിക്കുന്ന ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് മാത്രം അനുസരിക്കുന്ന വനിതാ സംഘടനകളും
അതുപോലെ തന്നെ മതാധിപത്യങ്ങൾ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ധാരാളം സ്ത്രീകളും ഇവിടെയുണ്ട്. പക്ഷേ അവർ അറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നത് എന്ന്. അവരുടെ അവകാശങ്ങളെ കുറിച്ചാണ് അവർ തിരിച്ചറിയാതെ പോകുന്നത്. അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ പുരുഷന്മാരുടെ വാലുകളായി, അതേപോലെ തന്നെ പുരുഷന്മാരായി, പുരുഷാധിപതികളായി സ്ത്രീകളും മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ കുറെ പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇത്രയും സ്ത്രീകളെ ഞാനിവിടെ കരുതിയിരുന്നില്ല. ഏത് മതഗ്രന്ഥങ്ങളായാലും വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനാവരുത്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയായിരിക്കണം. അതാണ് നാം ചിന്തിക്കേണ്ടത്. ഞാനൊരു വലിയ പ്രസംഗത്തിനൊന്നും ഇവിടെ നിൽക്കുന്നില്ല. നീതിയുക്തമായ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും പുരുഷാധിപത്യ മതാധിപത്യ ശക്തികളുടെ കയ്യിൽ അകപ്പെട്ടതോടുകൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഈ സ്ത്രീകൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അധികം നീട്ടി പറയുന്നില്ല. ഇനിയും അവസരമുണ്ടെങ്കിൽ പറയാം. നമുക്കിവിടെ ബഹുമാനപ്പെട്ട കുറേ വ്യക്തികൾ ഇരിക്കുന്നുണ്ട്, ധാരാളം പരിപാടികൾ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയം ചുരുക്കിക്കൊണ്ട് ഞാൻ മറ്റു വിഷയത്തിലേക്ക് കടക്കാം. അടുത്തതായി നമുക്കിവിടെ ഒരു ഭരണഘടനാ പ്രതിജ്ഞ ചൊല്ലാനുണ്ട്. അതിനായി ഞാൻ അവരെ വിളിക്കുന്നു. ഭരണഘടനയുടെ ആമുഖം ഏറ്റുചൊല്ലുന്നതിനായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അവതരിപ്പിക്കുന്നത് സിൽസില കുഞ്ഞഹമ്മദ് കാലടിയെ ക്ഷണിക്കും. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഷെരീഫ ഖാനത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.